സന്യാസ ജീവിതത്തെക്കുറിച്ച് ധാരാളം അബദ്ധ പ്രചാരണങ്ങൾ നടക്കുന്ന കാലഘട്ടമാണ്. നിർബന്ധിത സേവനമെന്നും സന്യാസിനി മഠങ്ങൾ തടവറകളാണെന്നും പറയുന്നവർക്ക് മുമ്പിൽ കന്യാസ്ത്രീ മഠത്തിലെ ഒരു ദിവസം തുറന്നു വെക്കുകയാണ് മലയാളികളടങ്ങുന്ന ഉക്രൈനിലെ സെന്റ് ജോസഫ് സിസ്റ്റേഴ്സ് ഓഫ് സെന്റ് മാർക്ക് എന്ന സന്യാസിനി സമൂഹം. ഓരോ സന്യാസിനി സമൂഹത്തിനും അവരുടേതായ ലക്ഷ്യങ്ങളുണ്ട് എങ്കിലും സന്യാസിനി മഠങ്ങളിലെ സമയക്രമങ്ങൾക്കെല്ലാം സാമ്യങ്ങൾ ഏറെയാണ്. തങ്ങളുടെ നഴ്സിംഗ് ഹോമിലെ വയോധികരായ അമ്മമാരെ ശുശ്രൂഷ ചെയ്തുകൊണ്ടാണ് സന്യാസിനികൾ അവരുടെ ജീവിതം ആരംഭിക്കുന്നത്. രാവിലെ മുതൽ ആരംഭിക്കുന്ന പ്രാർത്ഥനകൾ ഒരു സന്യാസിനിയുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവത്തിൻ്റെ കരുതലിനും പരിപാലനയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ജീവിതം ആരംഭിക്കുവാൻ കടപ്പെട്ടവരാണ് ഓരോ സന്യാസിനിയും എന്ന ഓർമ്മപ്പെടുത്തലാണിത്. വിശുദ്ധ കുർബാനയാണ് സന്യാസ ജീവിതത്തിൻ്റെ കാതലും അടിസ്ഥാനവും. വിശുദ്ധ കുർബാനയിൽ നിന്ന് ലഭിക്കുന്ന ഊർജം ഒരു ദിവസം മുഴുവൻ മുന്നേറാൻ സന്യാസിനികളെ സഹായിക്കുന്നു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം സന്യാസിനികൾ നഴ്സിംഗ് ഹോമിൽ തങ്ങളുടെ സേവനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. അമ്മമാരെ ഭക്ഷണ കാര്യങ്ങളിൽ സഹായിക്കുക, ആവശ്യമായ ക്രമീകരണങ്ങളെല്ലാം അവർക്ക് വേണ്ടി സാധ്യമാക്കുക തുടങ്ങിയവയും അവയിൽ പ്രധാനപ്പെട്ടതാണ്. വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പിൽ ഇരുന്നു കൊണ്ട് ഒരു ദിവസം മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ശൈലി സന്യാസിനികളുടെ പ്രത്യേകതയാണ്. സന്യാസിനികളുടെ കാരിസത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗവും ഇതുതന്നെയാണ്. രൂപതയിലെ മുഴുവൻ ദേവാലയങ്ങളിലേക്കുമുള്ള ഓസ്തി നിർമ്മാണം ഈ സന്യാസിനിമാരുടെ പ്രധാനപ്പെട്ട ജോലികളിലൊന്നാണ്. പ്രാർത്ഥനാപൂർവം വിശുദ്ധ ബലിക്കുള്ള ഓസ്തി നിർമ്മിച്ചുകൊണ്ട് സന്യാസിനിമാർ സന്തോഷത്തോടെ തങ്ങളുടെ ഉത്തരവാദിത്വം നിർവഹിച്ചു പോരുന്നു.
വിവിധ മേഖലകളിൽ പ്രാവീണ്യമുള്ള സഹോദരിമാർ തങ്ങൾക്ക് അനുയോജ്യമായ സേവനങ്ങൾ തിരഞ്ഞെടുത്ത് അത് വളരെ ഭംഗിയായി നിർവഹിച്ചു പോരുന്നു. നഴ്സുമാർ, ഡോക്ടർമാർ, സാമൂഹ്യ സേവനം ചെയ്യുന്നവർ എന്നിങ്ങനെ സന്യാസിനി സഭയിൽ വിവിധ മേഖലകൾ കൈകാര്യം ചെയ്യുന്നവർ നിരവധിയാണ്. പ്രാർത്ഥന പോലെ തന്നെ അധ്വാനവും സന്യാസിനിമാരുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടതാണ്. അധ്വാനത്തോടൊപ്പം വിനോദവും പരസ്പര സഹകരണവും തങ്ങളുടെ ജീവിതത്തിന്റെ പ്രധാന മുഖമുദ്രയാണെന്ന് പ്രവർത്തനങ്ങളിലൂടെ അവർ തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. കാര്യങ്ങൾ ആത്മാർത്ഥമായി ചെയ്യുക എന്നതാണ് സന്യാസിനി ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്ന്. ചെയ്യുന്നവയെല്ലാം സ്നേഹത്തോടും സ്വയം സന്നദ്ധതയോടും കൂടി ചെയ്യുക എന്നതും പ്രധാനപ്പെട്ടതു തന്നെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്യാസിനികൾ അവരുടെ സംസ്കാരത്തിനും പാരമ്പര്യത്തിനും യോജിച്ച രീതിയിലുള്ള വിഭവങ്ങൾ ഓരോ ദിവസവും മാറി മാറി തയ്യാറാക്കുന്നു. തങ്ങളുടെ സ്നേഹവും കരുതലും പരസ്പരം പങ്കുവെക്കാനുള്ള അവസരമാണ് ഊട്ടുശാലകൾ.
ദേവാലയം വിശ്വാസികൾക്കായി തുറന്നു കൊടുക്കുന്നു. ഉക്രൈനിന്റെ പല ഭാഗത്തു നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നും പോലും ആളുകൾ സന്യാസിനിമാരോടൊപ്പം പ്രാർത്ഥനയിൽ പങ്കുചേരാൻ എത്തുന്നുവെന്ന സവിശേഷതയും ഈ കോൺവെന്റിനുണ്ട്. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നെത്തുന്ന വിശ്വാസികൾക്ക് പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകുന്നതും കൗൺസിലിംഗ് നൽകുന്നതും മലയാളിയായ സിസ്റ്റർ ലിജി ആണെന്നത് ശ്രദ്ധേയമാണ്. വിശ്വാസം ക്ഷയിക്കുന്നു എന്ന് പറയുന്ന കാലഘട്ടത്തിലും ഒരുപാട് പേർ ആശ്വാസം തേടി ഒരു മലയാളി സന്യാസിനിയുടെ അടുത്ത് എത്തുക എന്ന് പറയുന്നതും കൗതുകമാണ്. വിദേശത്തേക്ക് സന്യാസിനികളെ കയറ്റി അയക്കുന്നുവെന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൽ അറിയാത്ത ദേശത്ത് പോയി ഈശോയെ പറഞ്ഞു കൊടുക്കുന്ന ഈ മലയാളി സന്യാസിനികളെയും വിശ്വാസമുള്ളവർ മനസ്സിലാക്കട്ടെ. വൈകുന്നേര സമയങ്ങളിൽ ഒരുമിച്ചുകൂടി ഉല്ലാസത്തിനായി സമയം കണ്ടെത്തുന്നതും സന്യാസ ജീവിതത്തിന്റെ വേറിട്ട കാഴ്ചകളിൽ ഒന്നാണ്. സുവിശേഷവൽക്കരണത്തിനായി സമയം കണ്ടെത്തുന്നത് സന്യാസിനി ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ്. ഉക്രൈനിലെ പല സ്ഥലങ്ങളിലും പോയി ധ്യാന പരിപാടികൾ നടത്തുന്നത് മലയാളിയായ സിസ്റ്റർ ലിജിയുടെ നേതൃത്വത്തിലാണ്.
സന്യാസിനിമാരുടെ ധ്യാന സമയങ്ങളിലും ധ്യാന അവസരങ്ങളിലും ദൈവാലയവും വിശ്വാസികളും നിറഞ്ഞു നിൽക്കുന്നു എന്നത് എടുത്തു പറയേണ്ട ഒരു സവിശേഷതയാണ്. അന്യദേശത്തു പോയി അവരുടെ ഭാഷയും സംസ്കാരവും പഠിച്ചെടുത്ത് അവരെ വിശ്വാസ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു സന്യാസിനിയുടെ ജീവിതമാണ് വിശ്വാസികൾക്ക് മുമ്പിൽ ഒരു സന്യാസി നൽകുന്ന ഏറ്റവും വലിയ സാക്ഷ്യം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ധ്യാന ശുശ്രൂഷകൾക്ക് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ സന്യാസിനിമാരെ ബുക്ക് ചെയ്യുന്നു എന്നതും അവരുടെ വിശ്വാസ ജീവിതത്തിന്റെയും ശുശ്രൂഷ മേഖലകളുടെയും വലിയ സാക്ഷ്യമാണ്. സ്വയം സമർപ്പിച്ചവരാണ് സന്യാസിനിയും സമർപ്പിതരും. അത് സ്വയം തെരഞ്ഞെടുപ്പാണ്. ഉള്ളറിഞ്ഞ് ഉടയവനോട് ചേർന്നിരിക്കുന്ന സന്യാസിനിമാർ ഇനിയും ഉയർന്നു വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ബോധ്യമുള്ള ദൈവവിളികൾ ഇനിയും ഉയർന്നു വരട്ടെ. വിശ്വാസ ജീവിതം ഇനിയും തഴച്ചു വളരട്ടെ. ദൈവസഹായം എല്ലാത്തിനും കൂട്ടായിരിക്കട്ടെ.